ഹായ്, ഐ ആം CA മുഹമ്മദ് അനസ്. കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒന്ന്, DAR3 KYC നമ്മൾ ആനുവലി ഫയൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഡ്യൂ ഡേറ്റ് 31 October 2025 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. DAR3 KYC ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ DIN നമ്പർ ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. സോ അത് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആനുവൽ റിട്ടേൺ അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് റിട്ടേൺസ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് MGT7 അതുപോലെ AUC4 ആനുവൽ റിട്ടേൺ അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫയലിംഗ് ROCയിലേക്കുള്ള അതിൻ്റെ ഡ്യൂ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 31 December 2025 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 24-25. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനീസ് ആക്ടിൽ പറയുന്ന AGMs ഉണ്ടല്ലോ, അത് അതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 13th September തന്നെയാണ്. അതെന്ത് ചെയ്യില്ല, അതിൻ്റെ എക്സ്റ്റെൻഡ് ആയിട്ടില്ല. GSTയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ അപ്ഡേറ്റ് ആണ്. സെപ്റ്റംബർ മാസത്തിൽ 3Bയുടെ ഡ്യൂ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് October 25.